വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഫിഷ് മോളിയാണ്. കരിമീൻ കൊണ്ട് ഫിഷ് മോളി ആയാലോ, ടേസ്റ്റ് ഇരട്ടിയാണല്ലേ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഈ ഫിഷ് മോളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫിഷ് മോളി തയ്യാറാക്കാനായി ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയ 750 ഗ്രാം കരിമീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലഷ് കട്ടിയുള്ള ഏത് മീൻ കൊണ്ടും മോളി തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നതിലും നല്ലത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞ് വെച്ച എരിവുള്ള 4 പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ അല്പം കരിവേപ്പിലയും. അതിൻ്റെ കൂടെ 3 മീഡിയം സവാള കനം കുറച്ച് അരിഞ്ഞതും 1 തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. 1 കപ്പ് വീതമുള്ള തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു ബൗളിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് മീനെല്ലാം ഇതുപോലെ ഇട്ട് 3 മിനിറ്റ് നേരം ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് 3 മിനിറ്റ് നേരം കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മതി. ഇനി മീനെല്ലാം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മീനും അതേ എണ്ണയിൽ ചെറുതായി ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മീൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയും പോരെങ്കിൽ അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ടയും 3 ഏലക്കയും 3-4 ഗ്രാമ്പും ഇട്ട് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചതും അതിൻ്റെ കൂടെ അല്പം കരിവേപ്പിലയും ഇട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി സവാള സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ സമയം സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇത് മതി. ഇനി 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റി അരിഞ്ഞു വെച്ച തക്കാളിയിൽ നിന്ന് പകുതി ഈ സമയം ചേർത്ത് എല്ലാം ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കണം. ഇനി അല്പം മാത്രം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഞാൻ മല്ലിപ്പൊടി ചേർക്കാതെയാണ് മോളി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ 2/2 പാലും ഒഴിച്ച് ഫ്രൈ ചെയ്ത് വെച്ച മീനെല്ലാം പൊടിയാതെ ഇതുപോലെ തേങ്ങാപ്പാലിൽ മുങ്ങിക്കിടക്കുന്ന വിധം ചേർത്ത് കൊടുക്കണം. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് മീനിൻ്റെ വേവ് അനുസരിച്ച് 3-4 മിനിറ്റ് പാൻ അടച്ചു വെച്ച് ഒരു വശം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മീൻ പൊടിയാതെ തിരിച്ചിട്ട് മറുവശവും ഇതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പം മീനെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയം തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് പുളിക്ക് ആവശ്യമായ 1.5 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കാനായി തവിയിട്ട് ഇളക്കാതെ പാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. അവസാനമായി മാറ്റിവെച്ച പകുതി തക്കാളിയും ഇട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് അല്പം കരിവേപ്പിലയും കൂടി ചേരുമ്പോൾ നമ്മുടെ അടിപൊളി കരിമീൻ കൊണ്ടുള്ള ഫിഷ് മോളി റെഡിയാകും. ഇനി നമുക്ക് പാൻ അടച്ച് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം.
നല്ല രുചിയുള്ള ഈ ഫിഷ് മോളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.